guys, Assalamualaikum. Welcome back to FR's vlog. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ടിപ്പു കോട്ടയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ ട്ടോ. അപ്പോൾ പോകുന്ന ഒരു വഴിയാണിത്. എത്താനായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് ഉള്ളൂ നടക്കാൻ, അത്ര ടൈമുള്ളൂ. ഇതാണ് അങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പ്. ഇതാ ടിപ്പു കോട്ട എത്താനായിട്ടുണ്ട്. ഇതാണ് ഒരു വീവ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ തെക്കു വശത്തായി ചാലിയാർ പുഴയോട് ചേർന്നാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ഇതാ ഒരു വിൻഡോ ഷേപ്പിലായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ട്. അതുമാതിരി 2-3 ഹോൾസ് അപ്പുറത്തൊക്കെ ഉണ്ട്. പിന്നെ ഇനിയും 2-3 വഴിയുണ്ട്. ഒന്ന് ദിക്കൂടി വരാം, പിന്നെ അപ്പുറത്തെ സൈഡിൽ കൂടി നമ്മൾ ഉള്ളിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. റിഹു ഇവിടെ കേറിക്കടേ. കിങ്ങ ഈ ടിപ്പു ആണോ? എന്ത്? ഓക്കെ, ഉള്ളിലേക്ക് പോയോക്കല്ലേ. ആണ് ഉള്ളിലേക്ക് പോകാനുള്ള എൻട്രൻസ്. റിഹു ഒന്ന് പോയൊക്കെ നടന്നോട്. റിഹു നടന്നിട്ട് റിഹുവിന് പേടിയാവുണ്ടോ ഇവിടെ എത്തിയപ്പോ? റിഹുവിന് പേടിയുണ്ട് ട്ടോ. അപ്പോൾ ഫാറൂഖാബാദ് അല്ലെങ്കിൽ ഫറൂഖ് എന്നായിരുന്നു ടിപ്പു സുൽത്താൻ ഈ ഒരു നഗരത്തിന് ഇട്ടിരുന്ന പേര്. പിന്നീട് അത് ഫാറൂഖ് അല്ലെങ്കിൽ ഫറൂഖായി മാറുകയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് പറവന്മാർ എന്നൊരു വിഭാഗം ഇവിടെ താമസിച്ചിരുന്നു. അങ്ങനെയാണ് ഇത് ആ ഒരു പേര് വരാൻ കാരണം. പിന്നെ ഇത് നമ്മളിതാ പുറത്ത് കണ്ടിട്ട ഒരു ഹോൾസ് ആണ്. അത് വലിയൊരു കല്ല് വെച്ച് അടച്ചതാണ്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം തന്നെയാണ് ഫറൂഖിലെ ഈ ഒരു ടിപ്പു കോട്ട. മ്യൂസിക് ഇങ്ങനെ വെക്കപ്പോഴൊക്കെ
മുകളിൽ കയറി നിന്നാലുള്ള ഒരു വ്യൂ ആണിത്. ടിപ്പുവിൻ്റെ കോട്ടയിൽ ഉൾപ്പെട്ട ഒരു ഇതാണ്. പിന്നീട് ആൾക്കാർ അത് പുതുക്കി പണിയെടുത്തതാണ്. ഒളിച്ചിരിക്കുന്നു അല്ലേ? ഇതൊക്കെ എനിക്ക് ആര് പറഞ്ഞു തന്നതാ? എന്നാ നമുക്കൊരു കിണറുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് റീഹു പറഞ്ഞു തരൂ കിണറിനെ കുറിച്ച്. അത് കഴിഞ്ഞാല് ഒരു കിണറ്, കുളമല്ല, കിണറാണ്. ആ ഒരു കിണറിന്റെ ഉള്ളില് വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് റിഹു പറഞ്ഞ സ്റ്റെപ്പ് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള. എന്താ ടിപ്പു ഇവിടെ ഒളിച്ചിക്കുക? എന്നാ നമുക്ക് ഇതും കൂടി പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, പറയാവാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അതിലോള് വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും. അപ്പൊ വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടോ വരുന്നവരേക്കും ബൈ ബൈ.